മറ്റൊരു വിഷയം, വയനാട് ദുരന്തം. ഇന്ന് 100 ദിവസം കഴിയുന്നു. വയനാട് ദുരന്തമുണ്ടായിട്ട് 3 ദിവസം കഴിയുന്നു. ഇന്ന് വരെയും കേന്ദ്രം ഒരു സഹായവും അവിടെ മരിച്ചുപോയവർക്ക് ചെയ്തിട്ടില്ല. നമ്മളൊന്ന് ആലോചിക്കണം. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും കേന്ദ്രത്തിൽ നിന്നൊരു സഹായം ഇതുവരെയും ഒരു 10 പൈസയുടെ സഹായം കൊടുത്തിട്ടില്ല. ഇത് വിവേചനമാണ്. മുൻ കേന്ദ്രമന്ത്രി ഒരു പ്രസ്താവന നടത്തിയതിൻ്റെ ഇടയ്ക്ക് കെ മുരളീധരൻ കേന്ദ്രം കേരളത്തോട് വിവേചനമൊന്നും കാണിച്ചിട്ടില്ല. മുൻമന്ത്രി മുരളീധരൻ ഒന്ന് ചിന്തിക്കുക. എത്ര ദിവസം കഴിഞ്ഞു? 100 ദിവസം കഴിഞ്ഞ് ആ ദുരന്തം കഴിഞ്ഞിട്ട് എത്ര കുടുംബമാണ് അവിടെ നഷ്ടപ്പെട്ടത്? എത്ര ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടത്? നിങ്ങളുടെ നേതാവ് പ്രധാനമന്ത്രി അവിടെ വന്നല്ലോ. ദുരന്ത പ്രദേശത്ത് വന്ന് കാഴ്ചകളൊക്കെ കണ്ട് പോയതല്ലേ. നയാ പൈസ ഇദ്ദേഹം അവിടെ ചെന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ അടുത്ത സമയത്ത് തമിഴ്നാട്ടിൽ ഒരു ദിവസം പെയ്ത മഴയത്ത് വെള്ളപ്പൊക്കമുണ്ടായി. വെള്ളപ്പൊക്കമുണ്ടായത് 4 പേര് മരിച്ചു. അതിനപ്പുറം വേറൊന്നുമില്ല. ഉടനെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഒരു പ്രസ്താവന, നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും കേന്ദ്രം ചെയ്തു തരും, നിങ്ങൾ ചോദിച്ചാൽ മാത്രം മതി. ഓക്കെയാണ്. അദ്ദേഹം അവിടെ പോയതൊന്നുമില്ല. കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ടാണ് പറയുന്നത്. അവർക്ക് സഹായവും കൊടുത്തു, കോടിക്കണക്കിന് രൂപ അനുവദിക്കുകയും ചെയ്തു. അത് പോരാ എന്ന് തമിഴ്നാട് പറയുകയും ചെയ്തു. അപ്പം ചൂരൽമലയിൽ അല്ലെങ്കിൽ വയനാട്ടിൽ നടന്ന സംഭവം കഴിഞ്ഞിട്ട് 100 ദിവസം കഴിയുന്നു. എന്തേ 10 പൈസ കൊടുക്കാത്തത്? ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്നത് കൊണ്ടാണോ അവിടെ സഹായം എത്തിക്കാത്തത്? സ്വാഭാവികമായിട്ട് നമ്മളങ്ങനെ ചിന്തിക്കും. രാഷ്ട്രീയമാണ് അവർ നോക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ ദുരന്തം ഉണ്ടായിട്ട് 10 പൈസയുടെ സഹായം കേന്ദ്രം കൊടുക്കാത്തത്. സാധാരണ ഒരു ദുരന്തം ഉണ്ടായി മരണം സംഭവിച്ചാൽ കേന്ദ്രം ഒരു സഹായം ചെയ്യും മരണപ്പെട്ടവർക്ക്. അതുപോലും അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ നയം എന്താണെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഇനി അത് കിട്ടുമെന്നും അറിയത്തില്ല, ആ സഹായം കിട്ടുമെന്നും അറിയത്തില്ല. വേണമെങ്കിൽ എന്തെങ്കിലും വെച്ച് നീട്ടും. അതല്ലാതെ വയനാടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അവർ തരികയില്ല. കേന്ദ്രം സഹായിക്കത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത് മനസ്സിലാക്കേണ്ട ഇവിടുത്തെ ജനങ്ങളാണ്, കേരളത്തിലെ ജനങ്ങളാണ്. BJPയുടെയോ കോൺഗ്രസിൻ്റെയോ ഇപ്പം നമുക്കറിയാം, കോൺഗ്രസിൻ്റെ ഏകദേശം കേരളത്തിൽ നിന്നൊരു 20 MP കേന്ദ്രത്തിലുണ്ട്. BJPയുടെ 2 സഹമന്ത്രിമാർ കേന്ദ്രത്തിലുണ്ട്. എന്തേ ഇവർക്കാർക്കും ഒന്നും മിണ്ടാൻ കഴിയാത്തത്?
വയനാടിന് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറയാത്തതിൻ്റെ കാരണം എന്താണ്? ഇവരാരും മിണ്ടുന്നില്ലല്ലോ, ഇവർ അവിടെ ശബ്ദമുയർത്തുന്നില്ലല്ലോ. 100 ദിവസം കഴിഞ്ഞല്ലേ? ഈ 20 MP-മാർക്കും ഈ 2 സഹമന്ത്രിമാർക്കും എന്തുകൊണ്ട് ഈ വിഷയം അവിടെ സംസാരിക്കാൻ കഴിയുന്നില്ല? അപ്പം അവരും ചിന്തിക്കുന്ന രാഷ്ട്രീയമാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്നിടത്ത് ഞങ്ങളെന്തിനാ സഹായം മേടിച്ചു കൊടുക്കുന്നത്? ജനങ്ങളെയല്ല സേവിക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര വലിയൊരു ദുരന്തം നടന്ന പ്രദേശത്ത് കൊടുക്കണമെന്ന് പറയുവാൻ ഇവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ജനപ്രതിനിധികളല്ലേ ഈ ഇത്രയും പേര്, അവർ ശബ്ദമുയർത്തുന്നില്ലല്ലോ. ഇത്രയും അംഗബലമുള്ളതല്ലേ കോൺഗ്രസിന് കേന്ദ്രത്തിൽ MP-മാർ? അവർക്ക് മിണ്ടുവാൻ കഴിയുന്നില്ല. BJP 2 മന്ത്രിമാർക്കും മിണ്ടുവാൻ കഴിയുന്നില്ല. സഹായം കൊടുക്കണമെന്ന് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ എങ്ങനെയും ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്നാണ് ഇവരും പറയുന്നത്. കേന്ദ്രം എന്ത് നിലപാടെടുക്കുന്നു അത് തന്നെയാണ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ BJP-യുടെ നിലപാട്. ഇത് മനസ്സിലാക്കേണ്ട ഇവിടുത്തെ ജനങ്ങളാണ്. ഇവിടുത്തെ വയനാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ വയനാട് പ്രദേശത്തുള്ള ഇത്ര വലിയ ദുരന്തം നടന്നിട്ടും ഒരു സഹായം കേന്ദ്രം ചെയ്യാത്തത് എന്തുകൊണ്ട്? കോൺഗ്രസിൻ്റെ 20 MP-മാർ കേന്ദ്രത്തിലുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? എന്തുകൊണ്ട് ഈ സഹായം നിങ്ങൾ കൊടുക്കുവാൻ പറയുന്നില്ല? ചോദിക്കേണ്ട കടമ വയനാട്ടിലെ ജനങ്ങൾക്കുണ്ട്. പിണറായി പറഞ്ഞാൽ പിണറായി ഇടതുപക്ഷമാണ്, ഭരണപക്ഷത്തെ മുഖ്യമന്ത്രിയാണ്. അവർക്കെന്തിനായി സഹായം മേടിച്ചു കൊടുക്കുന്നത്? അപ്പോൾ അവർക്ക് അങ്ങനൊരു മനോഭാവം ഇവർക്ക് 2 പേർക്കും ഉണ്ട്. ഈ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പണം ആവശ്യം പോലെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു. 1 കോടി രൂപ വന്നു. ഈ വരുന്നതെല്ലാം അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ. അപ്പോൾ ആവശ്യത്തിനുള്ള പണം വന്നു കഴിഞ്ഞു. ഇനിയും കേന്ദ്രത്തിൻ്റെ സഹായത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അതാണ് ഇവരുടെ നിലപാട്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം, കേന്ദ്രത്തിൽ നിന്നും ഒരു സഹായവും കിട്ടത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അതിനുവേണ്ടി കൈ നീട്ടിയിരിക്കേണ്ട കേന്ദ്രത്തോട്. സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക. കേന്ദ്രം തരുന്നെങ്കിൽ തട്ട്, അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കുക. ചെയ്യാനായിരുന്നെങ്കിൽ ഇത്രയും ദിവസം കൊടുക്കത്തില്ലായിരുന്നു. അവരെന്നെ സഹായം ചെയ്യുമായിരുന്നു. അത്ര വലിയൊരു ദുരന്തമാണ് കേരളത്തിൽ സംഭവിച്ചത്, വയനാട്ടിൽ സംഭവിച്ചത്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ലോകം മൊത്തം അറിഞ്ഞ ആ ഒരു വലിയ ദുരന്തം. ഒരു മനുഷ്യന് പോലും 10 പൈസ കൊടുത്തില്ല. എത്രയോ ഭവനങ്ങൾ നഷ്ടപ്പെട്ടു, ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു. ഒരു ചെറിയ കൈത്താൻ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ ആൾക്കാർ വരും വോട്ട് ചോദിച്ച്. അപ്പോൾ നിങ്ങൾ മറുപടി പറയണം, ജനങ്ങൾ മറുപടി പറയണം. നിങ്ങൾക്ക് വോട്ട് എന്ന് ജയിപ്പിച്ചതുകൊണ്ട് എന്തു ഫലം ഞങ്ങൾക്ക് ചോദിക്കണം. കോൺഗ്രസിനോടും ചോദിക്കണം, മുസ്ലിം ലീഗിനോടും ചോദിക്കണം, BJP-യോടും ചോദിക്കണം. എന്താ 10 പൈസ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് തെരയിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ശബ്ദിക്കുന്നില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി?
അപ്പോൾ ജനങ്ങളുടെ കൈകളിലാണ് ഇനിയുള്ള കാര്യങ്ങളിരിക്കുന്നത്. നിങ്ങൾ തക്ക സമയത്ത് അത് പ്രയോഗിക്കണം. അപ്പം ജനങ്ങളെ പ്രതിരോധമാണ് ഇനി ആവശ്യം. അത് ജനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. ബൈ.